തുടർ തോൽവികളും ദയനീയ പരാജയങ്ങളും കണ്ടുമടുത്ത ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ അവസാന പ്രതീക്ഷയാണ് ഈ ജനുവരിയിലെ ട്രാൻസ്ഫർ വിൻഡോ. മാനേജ്മെന്റ് ഔട്ട് എന്ന ഹാഷ്ടാഗിൽ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പ്രതിഷേധം അറിയിക്കുന്നുണ്ടെങ്കിലും ടീമിന്റെ ഉയർച്ചയെ സ്വപ്നം കാണുന്നവരായിരിക്കും ഭൂരിഭാഗ പേരും. ഇവാൻ മുക്കോമനോവിച്ചിന് മുമ്പ് വരെ നമ്മൾ പതിവായി കണ്ടിരുന്ന സീസണിൽ മാനേജർമാരെ മാറ്റി പരീക്ഷിച്ച് താരങ്ങളെ വിറ്റൊഴിച്ച് മത്സരങ്ങളിൽ വലിയ റിസൾട്ടുകളോ പറയത്തക്ക നേട്ടങ്ങളോ സമ്മാനിച്ചിട്ടില്ലെങ്കിലും ഈ ആരാധക കൂട്ടം എന്നും അവർക്കൊപ്പം തന്നെയായിരുന്നു. എന്നെങ്കിലും ഒരു കാലത്ത് ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ കനക കിരീടം നമ്മൾ അടിച്ചെടുക്കുമെന്ന വിശ്വാസം. എതിരാളികളിൽ നിന്നും ട്രോളുകളും പരിഹാസങ്ങളും ഏറ്റുവാങ്ങാതെ ഒരു സീസണെങ്കിലും അവസാനിപ്പിക്കണമെന്ന ആഗ്രഹം. എന്നാൽ നമ്മൾ എന്താണോ ക്ലബിന് നൽകുന്നത് അതിൻ്റെ 1% പോലും തിരിച്ച് ടീം നൽകുന്നില്ല എന്നതാണ് വാസ്തവം. അവർക്കെന്ത് നൽകിയാലും അതുകൊണ്ടവർ തൃപ്തരാണെന്ന വിശ്വാസം. ബിസിനസ്സിനും അപ്പുറം ഇതിനെയെല്ലാം താങ്ങി നിർത്തുന്ന ഇമോഷൻ എന്നതിനെ ക്ലബ്ബ് മനസ്സിലാക്കാതെ പോകുന്നു. ഇനി അത്തരം ചെയ്തികളൊന്നും നമുക്ക് മുമ്പിൽ വില പോവുകയില്ല. മാനേജ്മെൻറ്റിൽ നിന്നും എന്നാണോ നല്ല തീരുമാനം വരുന്നത് അതുവരെ പ്രതിഷേധിക്കുക തന്നെ ചെയ്യും. ഇത്തവണയും കോച്ചിനുമേൽ കുറ്റം ചാർത്തി ക്ലബ് മാനേജ്മെന്റ് കൈകഴുകുകയുണ്ടായി. ജനുവരി ട്രാൻസ്ഫർ വിൻഡോക്ക് തുടക്കം കുറിച്ചിട്ട് ദിവസം ഇത്രയായിട്ടും പല ഭാഗത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഒരു സൈനിങ് പോലും നടത്താൻ ടീം തയ്യാറായിട്ടില്ല. അവൈലബിളായ താരങ്ങളെപ്പോലും വിട്ടു നൽകുന്നതിലൂടെ എന്ത് മാറ്റമാണ് ക്ലബിൽ കൊണ്ടുവരാനാവുക? ഫോമോട്ടിലുള്ള സന്ദീപിന്റെ പൊസിഷനിൽ ഐബാൻ കളം നിറയുമ്പോൾ അയാൾക്കൊത്ത ബാക്കപ്പ് ഓപ്ഷനായിരുന്നു പ്രബീർ ദാസിനെ മുംബൈ സിറ്റി FC ലോണിൽ നൽകിയതോടെ റെഡ് കാർഡ് ലഭിച്ച ഐബാന്റെ വിങ്ങിൽ സന്ദീപിനെ തന്നെ അടുത്ത മത്സരത്തിൽ പ്രതീക്ഷിക്കാം. തുടർച്ചയായി 2 സീസണിലും പരിക്കിനാൽ വലഞ്ഞ ഓസ്ട്രേലിയൻ സ്ട്രൈക്കർ ജോഷുവ എന്ന താരത്തെ എന്തിനോ വേണ്ടി സൈൻ ചെയ്തതുപോലെയാണ്. ഇന്ന് അയാളെ ക്ലബ്ബ് ഒഴിവാക്കാനൊരുങ്ങുമ്പോൾ ഈ തീരുമാനം നേരത്തെ വേണ്ടിയിരുന്നതായിരുന്നുവെന്ന് തോന്നുന്നുണ്ട്. കൂടാതെ രാഹുൽ KPയും സൗരവ് മണ്ഡലും ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ എതിർ കൂടാരത്തേക്ക് ചേക്കേറുമ്പോൾ ഒരു താരത്തെ പോലും സൈൻ ചെയ്യാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടില്ല. ഇനി ഈ സീസണിൽ പുതിയ കോച്ചിനെ ടീം കൊണ്ടുവരില്ല എന്ന വാർത്ത വരുമ്പോൾ പുരുഷോത്തമന് കീഴിൽ വരുന്ന എല്ലാ മത്സരങ്ങളും വിജയിച്ചാലേ പ്ലേ ഓഫിലേക്ക് എത്താൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കൂ. ഇത്രയും വിമർശനങ്ങൾ നേരിട്ടിട്ടും ടീമിൻ്റെ സ്റ്റാൻഡ് എന്താണെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. വേണ്ട പ്ലേയേഴ്സിനെയും കോച്ചിനെയും എത്തിക്കാൻ എന്താണ് മുമ്പിലുള്ള തടസ്സമെന്നും അറിയുന്നില്ല. വൈകാതെ അതെല്ലാം നടക്കുമെന്ന് പ്രതീക്ഷിക്കാം.